നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി. I'm an Ayurveda consultant working with Ayush Shakti in Mumbai. ഒരു 30% 40% ആളുകൾ എടുത്തു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു എന്ന് പറയുന്ന ഒരു കാര്യം. അതിൽ കുറച്ച് ആൾക്കാർ നോക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ഡോക്ടേഴ്സിനെയൊക്കെ കൺസൾട്ട് ചെയ്ത് അത് മാറ്റുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ വേറെ കുറച്ച് ആൾക്കാർ അത് വലിയൊരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് മാറ്റി തട്ടിക്കളഞ്ഞിട്ട് പതുക്കെ 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 മലം പോകുന്ന സമയത്ത് നല്ല വേദന, ബ്ലീഡിങ് പോലെയുള്ള കാര്യങ്ങള്, എന്നിട്ട് അതൊരു ഓപ്പറേഷനിലേക്ക് കൊണ്ടുപോകും. ഒരു വട്ടം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഓപ്പറേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോ നിങ്ങൾക്ക് ഈ ഒരു മൂലക്കുരുവിന്റെ പ്രശ്നം വേരോടെ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പൈൽസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നല്ല രീതിയിൽ നമ്മുടെ ദഹനത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജിലൊക്കെയാണ് നമ്മളിത് അറിയുന്നത് എന്നുണ്ടെങ്കിൽ ഒരു മാസം 2 മാസം കൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് നല്ല ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും മാറ്റിയാൽ തന്നെ നല്ല രീതിയിൽ അത് മാറും ചെയ്യും. പക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും ഇത് വരുന്നവരാണെങ്കിൽ അത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കൂടുതലും കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കൂടുതലും കഴിക്കുന്നത് കൊണ്ടും നിങ്ങൾ തെറ്റായിട്ടുള്ള ജീവിതശൈലി ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വീണ്ടും വരുന്നത്. അപ്പൊ ഒരു പകുതി ഉത്തരവാദിത്തം നോർമലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈൽസിന് വേണ്ടിയിട്ട് വേറൊരു വീഡിയോ എന്തായാലും കാണേണ്ടി വരില്ല. കാരണം ഞാനിവിടെ പൈൽസ് ഉള്ളവര് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണ രീതികളും നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഭക്ഷണവും അതുപോലെ തന്നെ അവസാനമായിട്ട് ഒരു ആയുർവേദിക് ഹോം റെമഡിയും കൂടി ഞാൻ പറയുന്നുണ്ട്. എഫക്റ്റീവ് ആണ് കേട്ടോ. അതുകൂടി ഞാനിവിടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് കാണാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഒരു പൈൽസിനെ പറ്റി ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മലദ്വാരത്തിന്റെ ചുറ്റും ഉണ്ടല്ലോ ചെറിയ ചെറിയ ഞരമ്പുകൾ കാണും. ഈ ഞരമ്പുകളിൽ നമ്മൾ ഈ മലം പോകുന്ന സമയത്ത് മലം വളരെയധികം കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊന്ന് പ്രഷർ കൊടുക്കും. അങ്ങനെ ഈ പ്രഷർ കൊടുക്കുന്നത് മൂലം അവിടെ കാണുന്ന ഈ ഞരമ്പുകളിൽ ചെറിയൊരു പ്രഷർ വന്നിട്ട് ഒരു തടിപ്പുണ്ടാകുക അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുക. ഈ ഒരു പൈൽസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളിലും കാണും, മലദ്വാരത്തിന്റെ പുറത്തും കാണും. ഉള്ളിൽ കാണുന്നതിന് നമ്മൾ ഇന്റേണൽ പൈൽസ് എന്നും പുറത്ത് കാണുന്നതിന് നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് എന്നാണ് പറയുക. ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ പല ആളുകളിലും പല ലക്ഷണങ്ങളായിട്ടാണ് കണക്കാക്കുക. ചില ആളുകളിൽ ചൊറിച്ചിൽ പോലെ ഉണ്ടാകും. ചില ആളുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ ഞരമ്പുകൾ ഉണ്ടല്ലോ ഒന്നും കൂടി നന്നായിട്ട് പ്രഷർ വന്നിട്ട് പൊട്ടിയിട്ട് ബ്ലീഡിങ്, രക്തം വരാറുണ്ട്, വേദന നന്നായിട്ട് തോന്നാറുണ്ട്, പുകച്ചിൽ പോലെ തോന്നും. അങ്ങനെ പറയുന്ന പല ലക്ഷണങ്ങളുമാണ് പല ആളുകളിലും കണ്ടുവരാറ്. മൂലക്കുരു വരാനായിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള തെറ്റുകളുണ്ട്. ഒന്നാമത്തെ ഒരു തെറ്റ് നോക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കാതിരിക്കുക. അതായത് ബോഡിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാതിരിക്കുമ്പോൾ എന്താ ഉണ്ടാകുക? മല നന്നായിട്ട് ഹാർഡാവും. മല ഹാർഡാവുന്ന സമയത്ത് മൂലക്കുരുവിന്റെ ഒരു ടെൻഡൻസി കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ ദിവസം മുഴുവനും നന്നായിട്ട് ബോഡിയിൽ ഹൈഡ്രേറ്റ് ആക്കി വെക്കും, വെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു തെറ്റ് നോക്കുകയാണെങ്കിൽ കുറെ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നവരിലും ഒരു ചാൻസസ് ഉണ്ട് പൈൽസിന്റെ. അതായത് കൂടുതൽ നേരം ഇങ്ങനെ ഡെസ്കിലൊക്കെ ഒരു 8-9 മണിക്കൂറൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഒരു മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒരു മിനിറ്റ് 2 മിനിറ്റ് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്ന് ബോഡി ഒന്ന് റിലാക്സ് ആക്കാനും കൂടി നോക്കുക. മൂന്നാമത്തെ ഒരു തെറ്റ് കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് ഭക്ഷണം കഴിച്ച് അപ്പൊ തന്നെ പോയി കിടന്നുറങ്ങുക. കൂടുതലും രാത്രി രാത്രി ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന ആളുകളിലും പലതരം രോഗങ്ങളുണ്ട്. പൈൽസ് മാത്രമല്ല, തടി കൂടുക, ദഹനത്തിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതരം പ്രശ്നങ്ങളും ഉണ്ടാക്കും. പക്ഷെ പൈൽസും അതിലൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ് കേട്ടോ. വരാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. നാലാമത്തെ കോമൺ ആയിട്ടുള്ള തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയവും നിന്നും നടന്നും വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക അങ്ങനെയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരിലും ഇത്രയും പറയുന്ന ആളുകളിൽ ചെറിയൊരു ടെൻഡൻസി കുറച്ച് കൂടുതലാണ് പൈൽസ് വരാനായിട്ട്. ഇനി മൂലക്കുരുള്ള സമയത്ത് നിങ്ങൾ ഒഴിവാക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യമാണ് കൂടുതലായിട്ട് എരിവും പുളി നന്നായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ പരമാവധി നിങ്ങൾ ഒഴിവാക്കണം. കാരണം ഈ ചില ആളുകളുണ്ട് ഭക്ഷണത്തിൽ നന്നായിട്ട് ഇങ്ങനെ എരിവൊക്കെ നന്നായിട്ട് വേണം. അതായത് കുറച്ചൊന്ന് സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ താല്പര്യമുള്ളവരാണ്. നിങ്ങൾ എത്രത്തോളം സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നോ നിങ്ങളുടെ മലം പോകുന്ന സമയത്ത് എത്രത്തോളം പുകച്ചിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം നല്ല രീതിയിൽ ഒഴിവാക്കുക. നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് 1-2 പച്ചമുളകൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഈ മുളക് പൊടിയും അതുപോലെ തന്നെ ഗരം മസാലകൾ പരമാവധി ഒഴിവാക്കുക. രണ്ടാമത്തെ ഒരു കാര്യമാണ് പച്ചക്കറികളും കുറച്ച് പയറുവർഗ്ഗങ്ങളും. പച്ചക്കറികൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഈ വഴുവഴുപ്പുള്ള പച്ചക്കറികൾ ഉണ്ടല്ലോ, ചേന, ചേമ്പ്, വെണ്ടക്കായ, ചക്ക, വഴുതനങ്ങ, ഇത്തരത്തിലുള്ള വഴുവഴുപ്പുള്ള പച്ചക്കറികളും നിങ്ങൾ ഒഴിവാക്കുക. കൂടുതലും പൈൽസ് ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഒഴിവാക്കണം. കാരണം ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉഷ്ണ പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യം കൂടിയാണ്. നമ്മുടെ ഈ പൈൽസിന്റെ പ്രശ്നത്തിന് കുറച്ചൊന്ന് ട്രിഗർ ചെയ്യിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഈ പച്ചക്കറികളും ഒഴിവാക്കുക. അതുപോലെ തന്നെ ഉഴുന്ന്, വൻപയർ, അവയും ഒഴിവാക്കുക. കുറച്ച് അടുത്ത വേറൊരു മെയിൻ ആയിട്ടുള്ള കാറ്റഗറിയാണ് ഈ വറുത്ത് പൊരിച്ചിട്ടുള്ള ഭക്ഷണങ്ങള്.
തീർച്ചയായിട്ടും ഒഴിവാക്കുന്നുണ്ട്. കാരണം അതില് പ്രത്യേകിച്ച് വറുത്ത് പൊരിച്ച ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന സ്വീറ്റ്സ് ആണെങ്കിലും അതുപോലെയുള്ള ബിസ്ക്കറ്റ്സ് അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഇതിൽന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫൈബറിന്റെ കണ്ടന്റ് ഇല്ല. ഫൈബറിന്റെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ മലത്തിനെ കുറച്ചൊന്ന് ഹാർഡ് ആക്കാനായിട്ടുള്ള വളരെയധികം സാധ്യതയുണ്ട്. ഈ കാര്യങ്ങളും ഒഴിവാക്കണം. പിന്നെ അതുപോലെ റെഡ് മീറ്റും അതുപോലെ തന്നെ നോൺ വെജ് പോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ അതും പരമാവധി ഒഴിവാക്കുക. കാരണം ഇതിലും പ്രത്യേകിച്ച് അങ്ങനെ ഫൈബർ ഒന്നും ഇല്ല. അതുകൊണ്ട് അതും നമ്മുടെ പ്രശ്നത്തിന് കുറച്ചൊന്ന് കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ കൂടുതലായിട്ട് നിങ്ങൾ ചായ, കാപ്പി അതുപോലെ തന്നെ ആൽക്കഹോൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നവരാണെങ്കിൽ അത് നിങ്ങൾ മാറ്റണം കേട്ടോ. കാരണം കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സ് നമ്മുടെ സ്റ്റൂളിനെ മലത്തിനെ കുറച്ചൊന്ന് ഹാർഡ് ആക്കാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് ഇതും ഒഴിവാക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും മൂലക്കുരുള്ള സമയത്ത് പരമാവധി അല്ല പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങൾ. ഇനി നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടത് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ട് നിങ്ങൾ മൂലക്കുരുള്ള ആളുകളാണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് കൂടുതലും ഉച്ച സമയത്ത് നിങ്ങൾ ഒരു ഗ്ലാസ് സംഭാരം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. സംഭാരത്തിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചൊരു കൂളിംഗ് ആണ്. നമ്മുടെ ശരീരത്തിനൊന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു നേരത്ത് കൂടുതലും ഉച്ചയ്ക്ക് ഒരു ഗ്ലാസ് സംഭാരം എന്ന് നിങ്ങൾ ഉൾപ്പെടുത്തണം. സംഭാരം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളൊരു 2 സ്പൂൺ തൈരിൽ ഒരു ഗ്ലാസ് ഒരു മീഡിയം അധികം തണുപ്പ് വേണ്ട ഒരു മീഡിയം തണുപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ ജീരകത്തിന്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു നേരം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ പറയാൻ പോകുന്ന ഹോം റെമഡി ഉണ്ടല്ലോ അത് നമ്മൾ നോർമലായിട്ട് സംഭാരത്തിൽ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് കുടിക്കുക. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോമിൽ നിങ്ങൾ സംഭാരം ഉൾപ്പെടുത്തിയാൽ മതി. ഒന്നെങ്കിൽ ആ ഹോം റെമഡി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഒരു ഗ്ലാസ് സംഭാരം അങ്ങനെ. അത് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അത്തിപ്പഴം നിങ്ങൾ കേട്ടിട്ടില്ലേ? അത്തിപ്പഴം. ഈ അത്തിപ്പഴം നിങ്ങൾ 2 എടുക്കുക. ഫിക്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. 2 അത്തിപ്പഴം എടുക്കുക. അതുപോലെ തന്നെ 4 കറുത്ത മുന്തിരി. കറുത്ത മുന്തിരി കിട്ടിയിട്ടില്ലെങ്കിൽ നോർമലായിട്ട് കിഷ്മിഷ് ആണെങ്കിലും കുഴപ്പമില്ല. 2 ഈന്തപ്പഴം. ഇതെല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലിട്ടിട്ട് നന്നായിട്ട് കുതിർക്കുക. എന്നിട്ട് രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം നിങ്ങൾ വെറും വയറ്റിൽ കുടിക്കുക. അതിന്റെ മീതെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന അത്തിപ്പഴവും ഈ നമ്മുടെ മുന്തിരിയും ഒക്കെ നന്നായിട്ട് ചവച്ചരച്ച് വെറും വയറ്റിൽ നിങ്ങൾ കഴിക്കാനും കൂടി നോക്കുക. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഗുണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫൈബറിന്റെ കണ്ടന്റും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലത്തിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും വളരെയധികം സഹായിക്കും. അപ്പൊ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ വെറും വയറ്റിലാണ്. ഇനി ഈ മൂലക്കുരുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന പഴങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു പഴം നോക്കുകയാണെങ്കിലാണ് ആപ്പിൾ. ആപ്പിൾ എന്ന് പറയുന്നതിൽ പെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഈ പെപ്റ്റിൻ നമ്മുടെ മലത്തിനെ കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കാനായിട്ടുള്ള വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ദിവസവും ഒരു ആപ്പിൾ ദിവസവും കഴിക്കാനായിട്ട് നോക്കുക. രാവിലെ നിങ്ങൾ ഭക്ഷണത്തിന് മുന്നെയോ അല്ലെങ്കിൽ ഒരു ഈവനിങ് സമയത്ത് വൈകുന്നേര സമയങ്ങളിൽ ഒരു 6 മണിക്ക് മുന്നേ ആയിട്ട് ഒരു ആപ്പിൾ ദിവസവും നിങ്ങൾ വെക്കുക. അതുപോലെ തന്നെ സീസണലായിട്ട് നമുക്ക് കിട്ടുന്ന വളരെ ബെസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഫ്രൂട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പിയർ, സബർജല്ലി എന്നും പറയും. സബർജല്ലി എന്ന് പറയുന്നതിൽ റിച്ച് ആയിട്ട് ഫൈബറിന്റെ കണ്ടന്റ്, ആന്റി ഓക്സിഡന്റ് കണ്ടന്റ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് നമ്മുടെ വയറിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ സീസണലായിട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെ കിട്ടുകയാണെങ്കിലും അപ്പോഴൊക്കെ നിങ്ങൾ ദിവസവും ഒരെണ്ണം മാത്രം വെക്കുക. സീസണിൽ മാത്രം കഴിക്കാനായിട്ട് കൂടി നോക്കുക. അടുത്തൊരു ഫ്രൂട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, പക്ഷെ അത് കുറച്ചൊക്കെ പ്രോബ്ലം ഉണ്ടാക്കാനും സാധ്യതയുള്ള ഒരു ഫ്രൂട്ടാണത്. മറ്റൊന്നുമല്ല, പഴം. പഴം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മുടെ മലബന്ധത്തിനും അതുപോലെ തന്നെ സ്റ്റൂളും മലത്തിനെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനൊക്കെ നല്ലതാണെന്ന് വിചാരിച്ച് എല്ലാവരും കഴിക്കുന്നതാണ്. പക്ഷെ ഇത് കഴിക്കുന്ന സമയത്ത് ശരിയായിട്ട് കഴിച്ചില്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാകും കേട്ടോ. ഈ പഴത്തിന്റെ മുകളിൽ അതായത് ഈ തൊലിയുടെ മുകളിൽ ചെറിയ ചെറിയ കറുത്ത പാടുകൾ വരില്ലേ? അപ്പൊ ഈ കറുത്ത പാടുകൾ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ നന്നായിട്ട് പഴുത്തു എന്നുള്ളൊരു കാര്യം. അങ്ങനെയുള്ള പഴങ്ങൾ നിങ്ങൾ കൂടുതലും കഴിക്കാനായിട്ട് നോക്കുക. പക്ഷെ ഒരു മീഡിയം പഴുപ്പ്, അധികം പഴുപ്പാവാത്തൊരു പഴമാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അത് കുറച്ച് മലബന്ധം ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കാനും കൂടി നോക്കുക. അതുപോലെ തന്നെ മാതള നാരങ്ങ അങ്ങനെ ഈ പറയുന്ന ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താനും കൂടി നോക്കുക. ഇനി പച്ചക്കറികളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾ ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഇലക്കറികൾ എന്ന് പറയുമ്പോൾ കൂടുതൽ നോൺ സൊല്യൂബിൾ ആയിട്ടുള്ള ഫൈബർ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മലത്തിനെ എഗെയിൻ ഞാൻ പറയാണ് സോഫ്റ്റ് ആക്കാനായിട്ട് വളരെ നല്ലതായിരിക്കും. അതുപോലെ മറ്റ് പച്ചക്കറികൾ നോക്കുകയാണെങ്കിൽ കോവക്കായ, മത്തങ്ങ, ചുരങ്ങ, ചിലവർ ചിരങ്ങ എന്നൊക്കെ പറയും, ചിരക്ക എന്ന് ചിലവരൊക്കെ പറയും, ചുരങ്ങ, വെള്ളരിക്ക, അതുപോലെ തന്നെ ക്യുക്കുംബർ എന്നിങ്ങനെ പറയുന്ന വെള്ളത്തിന്റെ കണ്ടന്റ്, വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പച്ചക്കറികളും നന്നായിട്ട് തോരൻ വെച്ച് കഴിക്കുക അല്ലെങ്കിൽ സാലഡ് പോലെയൊക്കെ കഴിക്കാനായിട്ട് കൂടി നോക്കുക. മെയിൻ ആയിട്ടുള്ള നല്ലൊരു പച്ചക്കറി നമ്മൾ നോക്കുകയാണെങ്കിലാണ് മുള്ളങ്കി, അതായത് റാഡിഷ്.
ഇത് കൂടുതൽ നമുക്ക് കിട്ടുന്നത് വിന്റർ സീസണിലായിരിക്കും. അതായത് തണുപ്പുള്ള സമയത്താണ് കൂടുതൽ നമുക്ക് ലഭിക്കുക. എപ്പോഴൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ ഒരാഴ്ചയിൽ ഒരു 2, 3 വട്ടെങ്കിലും തോരൻ പോലെ വെച്ചിട്ടോ സാലഡ് പോലെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പൈൽസ് ഉള്ളവർക്ക് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പച്ചക്കറി കൂടിയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മൂലക്കുരുള്ള സമയത്ത് കഴിക്കേണ്ടതും അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട കാര്യങ്ങളും. നമ്മൾ ഹോം റെമഡീസിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നാളികേരത്തിന്റെ തൊലി ഉണ്ടല്ലോ, ചകിരിയുടെ നാര്. അതാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ചകിരിയുടെ നാര് എടുക്കാം. എന്നിട്ട് അത് കത്തിക്കുക. കത്തിക്കാനായിട്ട് നിങ്ങൾ മണ്ണെണ്ണ ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു കാര്യം ഉള്ളിലേക്ക് എടുക്കുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് കത്തി വരാനായിട്ട്. പക്ഷെ എത്രത്തോളം നാച്ചുറൽ ആയിട്ട് കത്തിക്കാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. ഇത് മുഴുവനും കത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു കരി രൂപത്തിലാവില്ലേ, ആ ഒരു കരി നിങ്ങൾ ഒരു ഇടിയിൽ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇടിച്ചൊരു പൊടി രൂപത്തിലാക്കുക. അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് അരിച്ച് നമ്മൾ എടുക്കുക. അരിച്ചെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാൻ കുഴപ്പമില്ല. ഇതെങ്ങനെ കഴിക്കണം എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് സംഭാരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു റെമഡി സംഭാരത്തിലാണ് നമ്മൾ കഴിക്കുക. സംഭാരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 സ്പൂൺ തൈരിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് സംഭാരം പോലെ ആക്കുക. ഉപ്പും ഒന്നും ഇടരുത്, പ്ലെയിൻ ആയിട്ടുള്ള സംഭാരം. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ ഈ ഒരു ആഷ് ഉണ്ടല്ലോ, ഈ ഒരു പൊടി, അത് മിക്സ് ചെയ്തിട്ട് ദിവസവും 2 നേരം, ആദ്യത്തെ ഒരാഴ്ച 2 നേരം നിങ്ങൾ കഴിക്കണം. ദിവസവും 2 നേരം മിക്സ് ചെയ്തിട്ട് കഴിക്കാനായിട്ട് നോക്കുക. ഇത് കഴിച്ചതിന് ശേഷം ഒരു മണിക്കൂർ 2 മണിക്കൂർ ശേഷം ഒന്നും കഴിക്കരുത്. ഒന്നും കഴിക്കാതെ നിങ്ങൾ റെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പൊ ദിവസത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ രാവിലെ നിങ്ങൾ ഒരു വെറും വയറ്റിൽ, അതുപോലെ തന്നെ രാത്രി കിടക്കാനായിട്ട് ഭക്ഷണം കഴിച്ചൊരു കുറച്ചു നേരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം. ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ 2 നേരം കഴിക്കുക. ഒരാഴ്ച കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കാണാനായിട്ട് പറ്റും. എഗെയിൻ ഈ ഒരു കാര്യങ്ങളും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ റിസൾട്ട് പതുക്കെ കിട്ടിക്കഴിഞ്ഞു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് ഈ 2 നേരം എന്നുള്ളത് 1 നേരത്തേക്ക് ആക്കിയിട്ട് മാറ്റാം. അങ്ങനെ പതുക്കെ പതുക്കെ മൂലക്കുരു കുറയുന്നതിനനുസരിച്ച് ഇത് പതുക്കെ പതുക്കെ കുറച്ച് നിർത്താവുന്നതുമാണ്. അപ്പൊ ഇതാണ് നമ്മൾ കൂടുതലും മൂലക്കുരുവിനായിട്ട് ഇന്റേണലി ഉള്ളിലേക്ക് കഴിക്കേണ്ട എഫക്റ്റീവ് ആയിട്ടുള്ള ഹോം റെമഡി. എഗെയിൻ ഈ ഒരു ഹോം റെമഡി നിങ്ങൾക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ കഴിക്കേണ്ട ഭക്ഷണങ്ങളും പ്രോപ്പർ ആയിട്ട് കഴിക്കണം. അപ്പൊ എല്ലാവരും ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്ന വിചാരിക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും പൈൽസിന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.